ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് അറിയേണ്ട ഒരുപാട് മൂവീസിൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ട്. നേരെ വീട്ടിലേക്ക് പോവാം. ഫസ്റ്റ് മൂവി ബാലയ്യ നാഗനാവുന്ന സിനിമയാണ് അഖണ്ഡ 2. അഖണ്ഡ 2വിലെ ഒരു ടീസർ ഇന്നലെ വൈകുന്നേരം 6:02 പുറത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ മൂവിയുടെ റിലീസ് ഡേറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ 25 തീയതിയാണ് മൂവി തിയേറ്ററിലേക്ക് എത്തുന്നത്. രണ്ടാമത്തെ മൂവി സർദാർ 2. PS മിത്രയുടെ ഡയറക്ഷനിൽ കാർത്ത് നായനെ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്ന ചിത്രമാണ് സർദാർ 2. സർദാർ 2 മൂവിയുടെ ഷൂട്ടിംഗ് ഒക്കെ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഈ വർഷം തന്നെ റിലീസ് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കിട്ടിയ അപ്ഡേറ്റ്. മൂന്നാമത്തെ മൂവിയാണ് കണ്ണപ്പ. വിഷ്ണു, മഞ്ജു, പ്രഭാസ്, മോഹൻലാൽ, കാജലൊക്കെ പ്രധാന കഥാപാത്രമായി തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്ന ചിത്രമാണ് കണ്ണപ്പ. കണ്ണപ്പ മൂവിയുടെ കേരള ഡിസ്ട്രിബ്യൂഷൻ വാങ്ങിച്ചിരിക്കുന്നത് ആശ്വാസ് സിനിമാസ് ആണ്. നാലാമത്തെ മൂവി ഷൈൻ 25. ശ്യാം നിഗത്തിൻ്റെ 25ാമത്തെ ചിത്രത്തിൻ്റെ ടൈറ്റിൽ ഗ്ലിംസ് ഇന്നലെ രാത്രി 9 മണിയോടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൾട്ടി എന്നാണ് മൂവിയുടെ ടൈറ്റിൽ വരുന്നത്. ഇതൊരു കബഡി ബേസ്ഡ് മൂവിയാണ്. മൂവി ഡയറക്റ്റ് ചെയ്യുന്നത് ഉണ്ണി ശിവലിംഗമാണ്. ഈ വർഷത്തെ ഓണം റിലീസിനാണ് അവർ നോക്കുന്നത്. അഞ്ചാമത്തെ മൂവിയാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ. മൂവിയിലെ ഒരു പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത് അൻഷര രാജൻ, സിജു സണ്ണി, ജോമൻ ജ്യോതിർ, നോബി, അസീസ് ഒക്കെയാണ്. സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ട്രെയിലർ ഇന്ന് വൈകുന്നേരം 6 മണിയോടാണ് റിലീസ് ചെയ്യുന്നത്. ട്രെയിലർ വീഡിയോ ആയിട്ടായിരിക്കത്തില്ല. ട്രെയിലർ ഫയൽ അവർ ഗൂഗിളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിലാണ് അവർ റിലീസ് ചെയ്യുന്നത്. കൂടാതെ മൂവിയുടെ ബുക്കിംഗ് നാളെ രാവിലെ 10 മണിയോടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂവി ഈ വരുന്ന ജൂൺ 13 തിയേറ്ററിലേക്ക് എത്തുന്നത്. ഇത് പടക്കള മൂവിയുടെ OTT അപ്ഡേറ്റ് ആണ്. പടക്കള മൂവിയുടെ OTT റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ന് ജൂൺ 10 OTT റിലീസ് ആയിരിക്കുകയാണ്. ഷറഫുദ്ദീൻ, സന്ദീപ്, നിരഞ്ജന, സുരാജൊക്കെയാണ് മൂവിലൊരു പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത്. അടുത്തതും ഒരു OTT അപ്ഡേറ്റ് ആണ് ആലപ്പുഴ ജിങ്കാന. നെസ്ലി നായകനായ ചിത്രമാണ് ആലപ്പുഴ ജിങ്കാന. ആലപ്പുഴ ജിങ്കാനയുടെ OTT റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത് സോണി ലൈവ് ആണ്. സോണി ലൈവിലൂടെ ഈ വരുന്ന ജൂൺ 13 OTT റിലീസ് ചെയ്യുന്നത്. എന്നാൽ സോണി ലൈവിൻ്റെ പതിവ് സിനിമകൾ പോലെ ഒരു ദിവസം മുന്നേ ആയിരിക്കും ചെയ്യുന്നത്. ആറാമത്തെ മൂവിയാണ് കാട്ടാളൻ. പെപ്പെ നായകൻ എന്ന സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് പോൾ ജോർജ് ആണ്. മൂവിയിൽ ആദ്യം കബീർ സിംഗ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ സുനിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ജഗദീഷ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സിദ്ദിഖ് മൂവിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ മൂവിയാണ് ആര്യ 32. ആര്യയുടെ 32ാം സിനിമയുടെ ടൈറ്റിൽ ടീസർ ഇന്നലെ വൈകുന്നേരത്തോടെ വന്നിട്ടുണ്ടായിരുന്നു. അനന്തൻ കാടൻ എന്നാണ് മൂവിയുടെ ടൈറ്റിൽ. മൂവിക്ക് കഥ എഴുതിയിരിക്കുന്നത് മുരളി ഗോപിയും മൂവി ഡയറക്റ്റ് ചെയ്യുന്നത് GN കൃഷ്ണകുമാറുമാണ്. മൂവിയാണ് AA22. അല്ലു അർജുൻ്റെ 22ാമത്തെ മൂവി ഡയറക്റ്റ് ചെയ്യുന്ന അറ്റ്ലിയാണ്. മൂവിയുടെ രണ്ടാമത്തെ ടീസർ വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ ടീസർ ദീപിക പടുകോൺ ഓൺ ബോർഡ് ആയിട്ടുണ്ടെന്ന് കാണിച്ചിട്ടുള്ള ടീസറായിരുന്നു വന്നിരുന്നത്. ഫസ്റ്റ് മൂവിയാണ് മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് വരാനിരിക്കുന്ന അടുത്തൊരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ തുടക്കമിടാൻ പോകുന്ന ടൈറ്റിൽ റിവ്യൂലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും വന്നിട്ടുണ്ടായിരുന്നു. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്നാണ് മൂവിയുടെ ടൈറ്റിൽ വരുന്നത്. ദുൽഖർ സൽമാന്റെ വെൽഫെയർ ഫിലിംസ് ആണ് മൂവി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡൊമിനിക് അരുൺ. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ കല്യാണി പ്രിയദർശനും നെസ്ലിനുമാണ് കാണിച്ചിരിക്കുന്നത്.